സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റേജ് ആൻഡ് ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ വെബ് ക്യാമൊക്കെ വെച്ച ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ റീസെൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഓഫറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ കൊടുത്ത പോലെ വെറും 5000 4000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഐഫോൺ ഒക്കെ മേടിക്കാൻ പറ്റുന്ന കുറേയധികം പേജുകൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ ഐഫോൺ കിട്ടുമോ? അതിന് മുന്നേ പുതിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ടെക് ഗെയിമിംഗ് റിലേറ്റഡ് കണ്ടൻറ്റ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മൾ റോഡ് ടു 50ക്കാണ്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സെറ്റാക്കുക ഗൈസ്. അപ്പം നമ്മുടെ ഈ ഓഫറിലുള്ള ഐഫോൺ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ 2024 ഇയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം സ്റ്റോറുകളുണ്ട്. പ്രീമിയം ഫോൺസ് വമ്പിച്ച വിലക്കുറവിൽ കിട്ടുന്ന കുറേ അധികം സ്റ്റോറുകൾ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 11 തുടങ്ങി 15 വരെ എല്ലാ മോഡൽ ഫോൺസും വെറും 1000, 2000, 3000, 4000 എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റ്സിൽ സംഭവം കിട്ടും. അപ്പം ഞാനും ഇതുപോലത്തെ ഒരു പേജ് കണ്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ആദ്യം തന്നെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്ര റേറ്റ് കുറഞ്ഞ് എന്തുകൊണ്ടാണ് ഈ ഒരു ഐഫോൺ കൊടുക്കുന്നത്. അവർ പറയുന്ന പോസ്റ്റിൽ 11 months ആപ്പിളിൻ്റെ വാറണ്ടി ഉണ്ട്, പിന്നെ ഇത്തിരി എന്തെങ്കിലും ഡിഫക്റ്റീവ് പീസസ് ആണെങ്കിൽ ഡിഫക്റ്റീവ് ആണ് എന്താണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ റേറ്റ് കുറഞ്ഞിട്ടേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നു ഓഫർ പ്രൈസ് ആണ്, പ്രൊമോഷണൽ പർപ്പസിനായിട്ട് ചെയ്യുന്നതാണെന്നും പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ച് അങ്ങനത്തെ പേജുകളിലൊന്നും നമ്മുടെ പോസ്റ്റിൻ്റെ ലൈക്ക് കൗണ്ട്സ് ഏകദേശം സെയിം ആയിരിക്കും. പിന്നെ അതുകൂടാണ്ട് അവരുടെ ആ ഒരു കമൻറ്റ് ബോക്സ് ഡിസേബിൾഡ് ആയിരിക്കും. കമൻറ്റ് ബോക്സ് നമുക്കിപ്പം മലയാളിയുടെ ഒരു ഇതനുസരിച്ച് ആ ആളൊരു ഇതിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വന്ന് ആ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും ഇതൊരു സ്കാമാണ് അല്ലെങ്കിൽ ഇതൊരു ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സ് ഡിസേബിൾഡ് ആണ്. പിന്നെ ഹൈ നമ്പർ ഓഫ് ഫോളോവേഴ്സ്, അതായത് ഞാൻ ഈ പേജ് കണ്ടത് ഒരു ദിവസം കണ്ടപ്പോൾ 100 ഫോളോവേഴ്സ് 200 ഫോളോവേഴ്സേ ഉള്ളൂ. അതൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 100K 200K വലിയ സംഖ്യകളിലേക്കാണ് ഈ ഫോളോവേഴ്സിൻ്റെ കൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫോളോവേഴ്സ് ഇത്ര ഉള്ളതല്ലേ, 1-2 പേരൊക്കെ ഫോളോയിങ് ഉള്ളൂ. പക്ഷേ ഇത് ലെജിറ്റ് ആണോ ഫ്രോഡാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിവരെ കോണ്ടാക്ട് ചെയ്ത് ഇവർ ഇതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിടെ കുറേ പോസ്റ്റുകൾ ഇതുപോലെ പോസ്റ്റുകൾ എല്ലാ ദിവസവും ഇടുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോറീസിലൊക്കെ വേറെ പേജുകളെ ടാഗ് ചെയ്തിട്ട് ഇത് സ്കാമാണ്, ഇത് ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പേജ് ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് ഇവരിടും. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ റേറ്റ് കുറവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ റാഷണ്ണൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റാഷണ്ണൻ പറഞ്ഞു ഇത് ആ ഒരു കടയിൽ ഇവർ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആ കടയിൽ വന്ന് മേടിക്കാം, ലൊക്കേഷൻ തരാൻ പറയാൻ പറഞ്ഞു. ഞാനങ്ങനെ ലൊക്കേഷൻ ചോദിച്ചു ഇവരുടെ അടുത്ത് ലൊക്കേഷൻ ചോദിച്ചപ്പോൾ ഇവർക്ക് ലൊക്കേഷൻ തരാൻ വയ്യ. എൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു ഏത് മോഡലാണ് വേണ്ടേ. അപ്പോൾ ഞാനൊരു മോഡൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആ മോഡൽ പ്രീ ബുക്ക് ചെയ്യണം, ഒരു ഇത്ര എമൗണ്ട് തന്ന് പ്രീ ബുക്ക് ചെയ്യണം, അപ്പോൾ ഞങ്ങൾ സ്റ്റോക്ക് എടുത്ത് വെക്കാം എന്നുള്ള രീതിക്ക് അവർ സംസാരിച്ചു. അതിനുശേഷം ഈ ഒരു ലൊക്കേഷൻ ചോദിച്ചിട്ട് അവർ എന്ത് ചെയ്താലും ലൊക്കേഷൻ ഇല്ല. ആദ്യം ലൊക്കേഷൻ ചോദിച്ചപ്പോൾ കടയുടെ പേര് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ചത്. അത് കഴിഞ്ഞ് ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞപ്പം അവർ ഞാൻ നമ്പർ മേടിച്ച് അവരെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തു. അവർ ജസ്റ്റ് മെസ്സേജ് സീനാക്കി വിടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നീടാണ് ഈ ഇതുപോലെ തന്നെ കുറേ പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാൻ പറ്റിയത്, ആരാ എന്താണെന്നൊന്നും പറയാനില്ല, അറിയാൻ പറ്റിയത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ
ക്യാഷ് ഓൺ ഡെലിവറി തരില്ല. ക്യാഷ് ഓൺ ഡെലിവറി തരാണ്ട് നമ്മളുടെ കയ്യിൽ നിന്നൊരു ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ ഇല്ല എങ്കിൽ ഇത്ര രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യും. പേയ്മെൻറ്റ് അവരുടെ കയ്യിൽ കിട്ടിയെന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് ചെയ്യും. നമ്മളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മൾ ആ ഒരു പോസ്റ്റിൻ്റെ അടിയിലെ കമൻറ്റ് സെക്ഷനിൽ ചെന്ന് കമൻ്റ് ഇടും. പക്ഷെ കമൻ്റ് ഇടാനായിട്ട് ഇവിടെ കമൻറ്റ് ബോക്സ് ഇല്ല. അപ്പോൾ അവരെ സേഫർ സൈഡിലാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരിപ്പോൾ ഇത്ര ഒരു പ്രീമിയം ഫോൺ അത്യാവശ്യം ഈ ഒരു വിലയിൽ കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളാണ്, എവിടെയും വിലക്കുറവ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്ര ഒരു വിലക്കുറവിൽ ഇങ്ങനെ ഒരു പ്രീമിയം ഫോൺ കിട്ടുമെന്ന് കാണുമ്പോൾ എന്തായാലും ഇല്ലാത്ത പൈസയായാലും റോൾ ചെയ്ത് എന്തായാലും പൈസ കൊടുത്ത സംഭവം മേടിക്കും. 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പോൾ ഒരു ഫോൺ സെക്കൻഡ് ഹാൻഡ് മേടിക്കുകയാണെങ്കിൽ അത് നമുക്ക് എവിടെ നിന്ന് വന്നതാ എങ്ങനെ വന്നതാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പിക്ക് പോക്കറ്റ് ചെയ്ത് വന്നതായിരിക്കാം, അല്ലെങ്കിൽ റീഫർബിഷ്ഡ് ഐറ്റംസ് ആയിരിക്കാം. ഇത് പറഞ്ഞു വിൽക്കുന്ന സ്റ്റോഴ്സും ഉണ്ട്. അവരൊക്കെ അത്യാവശ്യം ലെജിറ്റ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചിന്തിച്ചാൽ മതി. നമുക്ക് മെയിനായിട്ടും ഈ ഐഫോണിൻ്റെ ഓരോ പാർട്സിൻ്റെയും റേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഈ ഓരോ പാർട്സും കൂട്ടി വരുമ്പോൾ എന്തായാലും നമുക്കിപ്പോൾ വരുന്ന ഐഫോണിൻ്റെ റേറ്റ്, അതായത് ഒറിജിനൽ ഐഫോൺ നമ്മൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന റേറ്റിൻ്റെ അത്രയും വരില്ല എങ്കിലും ഈ പറഞ്ഞ 3000-4000 രൂപയല്ല. അപ്പം എന്തായാലും നമുക്ക് കൺഫേം ചെയ്യാമോ, അതൊന്നില്ലെങ്കിൽ ഒറിജിനൽ ഐഫോൺ അല്ല, അല്ലെങ്കിൽ അത് തട്ടിപ്പാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പേജസിലൊക്കെ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫോൺ ഉണ്ടല്ലോ, ഇവർ തരാമെന്ന് പറയുന്ന ഫോണിൻ്റെ IMEI നമ്പർ ഒന്നും വേണ്ട, ജസ്റ്റ് സീരിയൽ നമ്പർ ചോദിക്കാം. ഈ സീരിയൽ നമ്പർ checkcoverage.apple.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൊണ്ടുപോയി നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസ്, ആ ഒരു ഐഫോണിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതിൻ്റെ വാറൻറ്റി, അതിൻ്റെ എത്ര കൊല്ലം പഴക്കമുണ്ട്, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ്, എല്ലാനും അറിയാൻ പറ്റും. അങ്ങനെ ഇവർ ഈ സീരിയൽ നമ്പർ തരുന്നില്ല എങ്കിൽ അത് തട്ടിപ്പ് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും ഇപ്പോൾ കുറേയധികം പേരെ പറ്റിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു ഫ്രോഡ് പരിപാടിയാണ് ഈ ഒരു ഐഫോൺ സ്കാം. കേരളത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സുലഭമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മലയാളികളാണ്, ഒരു പ്രീമിയം ഫോണാണ് ഐഫോൺ, അപ്പോൾ എന്തായാലും വേണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നേക്കാം. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ അത്ര ആഗ്രഹമുള്ളവരാണെങ്കിൽ EMI ഇട്ട് മേടിക്കുക. അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഫോൺ നമ്മൾ അതുപോലെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി, ഒരിക്കലും നമ്മൾക്ക് പിന്നീട് ഫ്യൂച്ചറിലായാലും ആ ഒരു ഫോണും കൊണ്ട് വീണ്ടും ആൾക്കാർ അന്വേഷിച്ച് വരില്ല എന്ന് ഉറപ്പുള്ള ഡിവൈസസ് മാത്രം എടുക്കുക. പിന്നെ എപ്പോഴും ഈ ലൂപ്പ് ഹോൾസൊക്കെ നോക്കിയിട്ട് മെയിനായിട്ടും ഫോണുകൾ എടുക്കുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. കാരണം ഞാൻ പറഞ്ഞു, മലയാളീസാണ് ഇങ്ങനെ ഒരു പേജസ് കാണുമ്പം ഇവർ വീണ്ടും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് അത്യാവശ്യം ആൾക്കാരെ പറ്റിച്ച് കഴിയുമ്പോഴേക്കും വേറൊരു പേജ് ഉണ്ടാക്കിയിട്ട് ഈ പേജ് സ്കാം ആണെന്ന് പറഞ്ഞിട്ട് ആ പേജിൽ പോസ്റ്റ് ഇടും. അപ്പം ആ പേജ് റിയൽ ആണെന്നുള്ള മലയാളികൾക്ക് തോന്നും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുക്കാം. പിന്നെ നമ്മൾ കടകളിൽ ചെന്ന് ഫോൺ എടുക്കണതാണ് ഏറ്റവും ഭേദം. പിന്നെ നമുക്ക് സ്റ്റോഴ്സ് ഉണ്ട്, ഇതേപോലെ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന സ്റ്റോഴ്സ് ഉണ്ട്. പക്ഷെ അവർ ഇടുന്നതെന്ന് കോമൺ സെൻസ് യൂസ് ചെയ്യാം. സെക്കൻഡ് ഹാൻഡ് ഫോണായാലും ഇതേപോലെ 3000-4000 ഒന്നും വരില്ല, അതിനേക്കാളും കൂടുതൽ പൈസ ആയിരിക്കും ഈ ഐഫോണിനൊക്കെ. അപ്പോൾ അങ്ങനത്തെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോഴ്സിൽ നിന്ന് ഫോൺ മേടിക്കാം. അപ്പം പറ്റിക്കപ്പെടാണ്ട് ഡീലാക്കാം എല്ലാവരും. അപ്പോൾ ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യമായിട്ടാണ് ക്യാമറ വെച്ചിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ടെക് ആൻഡ് ഗെയിമിംഗ് റിലേറ്റഡ് കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറോ ടു 50K. അപ്പോൾ മാക്സിമം റെഡിയാക്കുക ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അഥവാ അടുത്തൊരു ലൈവ് സ്ട്രീമിൽ കാണുന്നവരെ ദിസ് ഈസ് ജയൻ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്.